എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടം നമുക്ക് വല്ലാതെ ഭയപ്പെട്ടു പോകേണ്ട കാലഘട്ടം. ഇന്നലെ എൻ്റെ നാട്ടിലാണ്, എൻ്റെ വീടിൻ്റെ കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഒരു ചെറുപ്പക്കാരൻ 5 പേരെ തലക്കടിച്ച് കൊന്നുകളഞ്ഞത്. നിങ്ങൾ ആലോചിക്കേണ്ടത് എവിടെയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി നടന്നിട്ട് തൻ്റെ കുടുംബത്തിലെ 5 പേരെയാണ് ആ പൊന്നുമോൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നടിച്ചു കൊന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുകയാ. ഈ അടുത്ത സമയങ്ങളിലായി 20, 22, 21 വയസ്സുള്ള മക്കൾ ഈ അടുത്ത് എന്തിനാ നിങ്ങളുടെ ഈ വയനാടിന്റെ പരിസരത്ത് താമരശ്ശേരി ഭാഗത്തെങ്ങാണ്ട ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്നത്? അടുത്ത വീട്ടിൽ പോയി കത്തി വാങ്ങിക്കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെ വെട്ടിക്കൊന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, മലപ്പുറത്തൊരു മകൻ തൻ്റെ ഉമ്മയെ കുത്തി ഗ്യാസ് കുറ്റിയെടുത്ത് ഉമ്മയുടെ തലയിലടിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊന്നുകളയുന്നു. ഇന്ന് രാവിലെ പത്രമെടുത്തു നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം അനുജന് കഴിക്കുവാനുള്ള മന്തി പോലും വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ പോലും കൊന്നുകളയുന്നു. വല്ലാത്ത ഒരു കാലഘട്ടം. ഉമ്മമാരെയാണ് ഇപ്പം മക്കൾക്ക് കൊല്ലാൻ വലിയ ഇഷ്ടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ഈ കുട്ടികൾ എന്തേ ഇങ്ങനെ ആയി പോകുന്നത്? മാതാപിതാക്കൾ പറയുന്നു, പടച്ചവനെ ഉസ്താദ്, എൻ്റെ മകൻ ഇങ്ങനായിരുന്നില്ല, എൻ്റെ മകൾ ഇങ്ങനായിരുന്നില്ല, അവൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എന്നെ തല്ലാൻ വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. എൻ്റെ നേരെ കൈയുയർത്തുകയാണ് ഈ സദസ്സിലിരിക്കുന്ന പല മാതാപിതാക്കളുടെയും സങ്കടമതാ. അവര് ദുആ ചെയ്യുമ്പോ, അല്ലാഹുവേ, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമെന്ന് നീ നിയ്യത്ത് ചെയ്യാൻ പറഞ്ഞാൽ മാതാപിതാക്കളിൽ പലരും മനസ്സിൽ കൊണ്ടുവരുന്നതല്ലാ, എൻ്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാ, എൻ്റെ പൊന്നാര മകളെ നീ നന്നാക്കണേ തമ്പുരാന്. എന്തുപറ്റി എൻ്റെ മക്കൾക്ക്, എന്തുപറ്റി എൻ്റെ മക്കൾക്ക്? അതാ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന മക്കളുടെ സങ്കടം എന്തെന്നറിയുമോ? ഉസ്താദേ, എന്റെ വാപ്പയ്ക്ക് 50 വയസ്സ് കഴിഞ്ഞു, വാപ്പ നന്നാകുന്നില്ല, വാപ്പയുടെ ദുസ്വഭാവങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. പ്രായം ചെന്നാൽ ഏതു മനുഷ്യനും നന്നാകുമല്ലോ, വാപ്പയുടെ കള്ളുകുടിയും ദുസ്വഭാവങ്ങളും ഒന്നും മാറുന്നില്ലല്ലോ. പടച്ചവനെ, എന്റെ ഉമ്മ എന്തേ ഇങ്ങനെയായി പോയത്? ഉമ്മയുടെ മുടിയെല്ലാം നരച്ചു, ഉമ്മയുടെ കൂടെ പഠിച്ചവരും കൂടപ്പറപ്പുകളും ഖബറിൽ പോയി. ഉമ്മ നന്നാകുന്നില്ലല്ലോ. ഉമ്മ ചീത്ത വിളിക്കുകയാ, സീരിയൽ കാണുകയാ, പരിഹസിക്കുകയാ, പ്രാപുകയാ, ശപിക്കുകയാ. പടച്ചവനെ, മക്കൾ ആഗ്രഹിക്കുന്നു, അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളെ നന്നാക്കണേ അല്ലാ. മാതാപിതാക്കള് മക്കള് നന്നാകാൻ, മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന മാതാപിതാക്കളുണ്ട്, മാതാപിതാക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന മക്കളുണ്ട്. എന്തുകൊണ്ടാണ് പ്രായം ചെന്നിട്ടും നന്നാകാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. പ്രണയം തലയ്ക്ക് പിടിക്കുകയാണ്. അവസാനം അവന്റെ കൂടെ ഇറങ്ങി പോവുകയാണ്. ആ ഒളിച്ചോടി പോകുന്ന പെണ്ണിനെ അവിടെ നിന്ന് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്നു. പെട്ടെന്നുള്ള ദേശത്തിൽ പടച്ചവനെ, കൂടപ്പറപ്പുകൾ ആ പൊന്നുമോളെ തല്ലുമ്പോ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച മാതാവ് ഓടിച്ചെല്ലുകയാണ്. തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ പൊന്നുമോളെ തൊട്ടുപോകരുത്. ആ മാതാവ് തന്റെ 18 വയസ്സുകാരിയായ മകളുടെ കൈ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ, അവനെ മറക്കണം മോളെ, അവനുമായി നമുക്കൊരു ബന്ധവും വേണ്ട. പറയുന്നത് മാതാവാണ്. സ്വന്തം മകളുടെ കൈ പിടിച്ചിട്ട് ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, അവനെ മറക്കണേ, അവനെ ഉപേക്ഷിക്കണേ. പടച്ചവനെ, 18കാരി അനങ്ങുന്നില്ലടോ. അവരുടെ തീരുമാനത്തിലൊരു മാറ്റവുമില്ല. മാതാവാ പൊന്നുമോളുടെ മുമ്പിൽ പരാജയപ്പെട്ടു.
അനുഭവപ്പെടുകയാ. വാപ്പ കടന്നു വരുന്നു, എന്നും ചിരിക്കുന്ന മുഖത്തോടെ തല ഉയർത്തി നടന്ന വാപ്പ 18-കാരിയുടെ മുമ്പിൽ തല കുനിക്കുകയാണ്. എന്നിട്ട് പൊന്നാര മകളുടെ മുമ്പിൽ വന്നിട്ട് വാപ്പ പറയുന്നു, നാണം കെടുത്തരുത്, ഇനി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല, കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. ഉപ്പാടെ പൊന്നുമോള് മറക്കണേ, അവൻ മുസ്ലിം പോലുമല്ല പൊന്നുമോള്. വാപ്പ അവളുടെ മുമ്പിൽ കിടന്ന് കരയുകയാണ്. പടച്ചവനെ, 18-കാരി അനങ്ങുന്നില്ല. പിന്നെ ഉപദേശങ്ങളുടെ ഘോഷയാത്രയാണ്. കൂടപ്പറപ്പുകൾ വന്നു നോക്കി, കുടുംബക്കാര് വന്നു നോക്കി, കാരണവന്മാര് വന്നു നോക്കി, പടച്ചവനെ മഹല്ല് കമ്മിറ്റി ഇടപെട്ടി നോക്കി. അവസാനം പള്ളിയിലെ ഖതീബ് വന്നു. മരണവും ഖബറും നരകവും പരലോകവും അസ്റയും സിറാത്തുമെല്ലാം പറഞ്ഞു കൊടുത്തു. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവര് കോടതി വരാന്തയിൽ നിൽക്കുമ്പോ ജഡ്ജി ചോദിക്കുന്നു, നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ കൂടെ പോകുന്നു, അതോ നീ ഇന്നലെ പരിചയപ്പെട്ടിയ നിന്റെ മതവിശ്വാസി പോലുമല്ലാത്ത ചെറുപ്പക്കാരന്റെ കൂടെ പോകുന്നു? ആ പെൺകുട്ടി എന്തൊരു ധൈര്യത്തോടെ പറയുകയാണ്, എനിക്ക് അവനെ മതി, അവന്റെ മതം മതി എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നിറങ്ങി പോകുമ്പോ 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കൾ കിടന്ന് യാചിക്കുകയാ, കരയുകയാ. മോളെ, നാണം കെടുത്തല്ലേ, പൊന്നുമോള് പോകല്ലേ. അവരുടെ മുമ്പിൽ കിടന്ന് നെഞ്ചുപൊട്ടിയിട്ട് കരഞ്ഞാൽ ഒരു കൂസലുമില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ ഇന്നിറങ്ങി പോവുകയാണ്. ഇത് കാണുമ്പോ ഉമ്മ പറയുന്നു, അല്ലാ, എന്റെ കണ്ണൊന്നു നനഞ്ഞ എന്റെ പൊന്നുമോൾക്ക് സഹിക്കില്ലായിരുന്നു. അവൾക്ക് എന്തു പറ്റി പടച്ചവന്, എന്റെ പൊന്നുമോൾക്ക് എന്തു പറ്റി പടച്ചവന്? അവരുടെ ഹൃദയം എന്താ കരിമ്പാറയെ പോലെ ആയിപ്പോയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്, അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. വാപ്പാ, എന്തേ നീ നന്നാകാത്തത്? പ്രായമായിട്ട് പോലും നീ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഉമ്മമാരേ, നിനക്ക് നന്നാകാൻ പറ്റാത്തതിന്റെ യഥാർത്ഥ കാരണം എന്താ? ആ കാരണമാണ് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ അതിനനുസാരമാക്കുന്നവരെ അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ومن أظلم ممن ذكر بآيات ربي فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാതെ നടക്കുന്നവർ, അതിനെ നിസ്സാരമാക്കുന്നവർ, അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. പേടിക്കണേ മുസ്ലിമേ, പേടിക്കണേ മുസ്ലിമേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ എന്താ? വൈന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ലടോ. അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല, അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ പ്രകാശം കേറൂല. അല്ലാഹുവേ, എത്ര വഅദ് പറഞ്ഞാലും അവര് നന്നാകില്ല, ഒരു മാറ്റവുമില്ലടോ. എന്തേ 18-കാരിയുടെ മുമ്പിൽ കിടന്നിട്ട് ഉമ്മ നിലവിളിക്കുകയാ, വാപ്പ കരയുകയാ. എല്ലാവരും ഉപദേശിച്ചല്ലോ. പള്ളിയിലെ ഖതീബ് വന്നിട്ട് മരണം പറഞ്ഞു, ഖബറം പറഞ്ഞു, മസ്സറ പറഞ്ഞു, സിറാത്ത് പറഞ്ഞു, നരകം പറഞ്ഞു. മോളെ, ഈമാനില്ലാതെ മരിച്ചു പോകും മോളെ, എന്നിട്ടും ഒരു ചലനമില്ലല്ലോ.
എന്തേ അവള് നന്നാകാത്തത്, എന്തേ അവള് നന്നാകാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങൾ പറയുന്നത് അവര് കേൾക്കുന്നില്ല. വാപ്പാ കഞ്ചാവടിച്ചിട്ട് വീട്ടിൽ വരുന്നവൻ എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പറയുന്നത് അവര് കേൾക്കുന്നില്ല. വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പ്രായം ചെന്നിട്ട് നന്നാകാത്ത വാപ്പാ, എത്ര ഉപദേശം കേട്ടാലും വാപ്പ നന്നാകില്ല. കാരണം അല്ലാഹു അവരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാ. നിന്റെ പൊന്നുമോളെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, അവളുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. അവളുടെ ഹൃദയം അല്ലാഹു അടച്ചു വെച്ചിട്ട് സീല് വെച്ചിരിക്കുകയാ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സീല് വെച്ച ഹൃദയത്തിനകത്ത് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, നന്നാകില്ല വാപ്പാ, നന്നാകില്ല പെങ്ങളെ. വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് പിന്നെ ഹിദായത്തിന്റെ വെളിച്ചം കയറൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ല ചിലതിനെയൊക്കെ എഴുതി അങ്ങ് തെള്ളിക്കളയും, അല്ലാഹു ചിലതിനെയൊക്കെ എഴുതി അങ്ങ് തെള്ളും. അല്ല തെള്ളിക്കഴിഞ്ഞാൽ പിന്നെ വഴുതുമില്ല, നസീഹത്തുമില്ല, ഒന്നുമില്ലടോ. എന്തെല്ലാം കണ്ടാലും കേട്ടാലും അവരുടെ ഹൃദയത്തിൽ കയറൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ല ഒരാളെയും നമുക്ക് തോന്നണം നന്നാകണമെന്ന്, നമുക്ക് തോന്നണം നന്നാകണമെന്ന്. നമുക്ക് തോന്നിയാൽ മാത്രമേ അല്ലാഹു നമ്മളെ നന്നാക്കൂ. അതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ, ഓന് 99 പേരെ കൊന്നപ്പോഴാ ഞാൻ ചെയ്യുന്നത് പാപമാണ്, എനിക്ക് നന്നാകണമെന്ന് തോന്നിയത്. 99 പേരെ കൊന്നു കഴിഞ്ഞപ്പോഴാ ആ മനുഷ്യന് നന്നാകാൻ തോന്നിയത്. എന്നിട്ട് അവൻ 100 പേരെ കൊന്നു. 100 പേരെ ആ മനുഷ്യൻ 99ാമത്തെ ആളെയും കൊന്നു, 100 തികച്ചു. അത് വലിയ ചരിത്രമാണ്, പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, 99 പേരെ കൊന്നപ്പോഴാണ് ഈ മനുഷ്യന് നന്നാകണമെന്ന് തോന്നിയത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരാളെ കണ്ടു, ഒരു കാക്കാനെ കണ്ടു, താടിയൊക്കെ ഉള്ള ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? താടിയൊക്കെ ഉള്ള ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? ആ താടിക്കാരൻ പറഞ്ഞു, നീ സ്വർഗത്തിൽ പോകാനോ? എടാ, 99 പേരെ കൊന്ന നീ സ്വർഗത്തിൽ പോകാൻ, അല്ല നിനക്ക് പുറത്തു തരാനാ, നിന്റെ കാര്യം പോക്കാം. അപ്പോൾ ആ ചങ്ങാതി വിചാരിച്ചു, എന്നാൽ പിന്നെ നീയും കൂടെ പോടാന്ന് പറഞ്ഞിട്ട് 100 അങ്ങ് തികച്ചു. അയാളെ കൊന്നു കളഞ്ഞു. 100 പേരെ കൊന്നു കഴിഞ്ഞിട്ട് ഈ മനുഷ്യന്റെ മനസ്സിൽ പാവമാണല്ലോ അല്ല ചെയ്തത്. അപ്പോഴാ ഒരു ഉസ്താദിനെ കണ്ടു. ആ ഉസ്താദിൻ്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, 99 100 തികച്ചിട്ട് ഞാൻ വരികയാണ്, ഞാൻ 100 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുമോ? ഉസ്താദ് പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരും. അതാണ് ഉസ്താദ്. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും മസ്അല ചോദിക്കും ഉസ്താദിനോട് ചോദിക്കണം. മസ്അല ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ആലിമീങ്ങളോട് ചോദിക്കണം, അല്ലാതെ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആലിമിനോട് ചോദിച്ചാൽ ആലിം അതിൻ്റെ യഥാർത്ഥ നിയമം പറഞ്ഞു തരും. ആദ്യം കണ്ട താടിക്കാരൻ ആലിമായിരുന്നില്ല, ജാഹിലായിരുന്നു. അഥവാ പറയുന്ന എപ്പോഴും എന്തെങ്കിലും മസ്അല ചോദിക്കാനുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരോട് ചോദിക്കരുത്, ഉസ്താദിനോടാ ചോദിക്കേണ്ടത്. അവനവൻ്റെ അറിവുകളുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതിനെ അങ്ങ് എഴുതി തെള്ളിക്കളയും. അല്ലാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ, റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുന്നു. റമളാനിൻ്റെ 1ാമത്തെ രാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സർവ്വ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുന്നു, ലോകത്തുള്ള എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിടും. ഇടൂല്ലേ? ഇടുവോ? ഇല്ലേ?
നിങ്ങളെന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? ഇടുവോ ഇല്ലേ? എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് അങ്ങനെ ഇടുവോ? എന്നിട്ടും ചില ശൈത്താന്മാര് നോമ്പും പിടിക്കാതെ നടക്കണ കണ്ടിട്ടില്ലേ? സർവ്വ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിട്ടിട്ടും ചില മുസ്ലിമായ കാക്കാമാര് വീടിയും വലിച്ച് പരസ്യമായിട്ട് നോമ്പും പിടിക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓന്റെ ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഏതാന്നാ തിരിയാത്ത. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കത്തില്ലേ എന്തേ അല്ല ഈ ചങ്ങാതി ഇങ്ങനെ ആയിപ്പോയെന്ന്? അതൊക്കെ എഴുതി തെള്ളിയ ലിസ്റ്റിലുള്ളതാ. അതിനെ നന്നാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂലടോ. ചിലതിനെ നന്നാക്കാൻ നമ്മുടെ കയ്യിലൊന്നും നിൽക്കൂല. അള്ളാഹു ആ എഴുതി തെള്ളുന്ന വിഭാഗത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ പിരിക്കാനുള്ളതല്ല, ഭയപ്പെടുത്താനുള്ളതല്ല. അത് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ കലാമ, അതിനൊരു ആദരവുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല. അതെല്ലാം കേട്ടിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം, നമുക്ക് നന്നാകാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒന്നാമത്തെ ശിക്ഷയതാണ്. വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൈന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. നിസാരമായി കാണല്ലേ പെങ്ങള്, നിസാരമായി കാണല്ലേ വാപ്പാ. ലോകത്തിന്റെ അധിപനായ അല്ല എങ്ങാണം നിന്നെ എഴുതി തള്ളിയാൽ പിന്നെ ഒരാൾക്കും നിന്നെ നന്നാക്കാൻ കഴിയില്ല. നിന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവേ പിന്നെ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ഭയക്കണേ, പേടിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെയാ പറയുന്നത്. അല്ലാഹു പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് മക്കളെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ, 5 നേരം നിസ്കരിക്കണേ, ധിക്കാരമൊക്കെ മാറ്റണേ, മോനെ ഔറത്ത് മറച്ച് നടക്കണേ, പെങ്ങളെ ശരീരം ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കരുത്, മോളെ നിന്റെ തലമുടി പോലും ഔറത്താണ്, നിന്റെ ശബ്ദം പോലും ഔറത്താണ്. അതുകൊണ്ടാണ് നീ മറ്റൊരന്യ പുരുഷനോട് സലാം പോലും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ, ഏ പെണ്ണേ, നിന്റെ തലയിലെ ഒരു രോമം നീ പുറത്തു കാണിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ നരകത്തിന്റെ തൊപ്പി അല്ലാഹു നിന്റെ തലയിലേക്ക് ധരിപ്പിക്കുകയാ. പെങ്ങളെ, നരകത്തിലധികവും പെണ്ണുങ്ങളാ, സൂക്ഷിക്കണേ എന്ന് ഉസ്താദന്മാര് പറയുമ്പോ ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ വീട്ടിലെ തീയുണ്ടല്ലോ അതിന്റെ 70 പടച്ചവന് നരകത്തിലെ തീയുടെ 70-ലൊരംശമാണ് നായി ദുനിയാവിൽ കാണുന്ന തീയ്. ഇതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞ അവർക്ക് വിശ്വാസം വരുന്നില്ലടോ. അവര് ചോദിക്കുന്നു, എന്തൊരു തള്ളലാ ഉസ്താദേ, നരകത്തിലെ തീയുടെ 70-ലൊരംശമാണ് ദുനിയാവിലെ തീ എന്നൊക്കെ പറയുന്നല്ലോ. അല്ലാഹുവേ, നമ്മളെ പരിഹസിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ. അവര് ചോദിക്കുന്നത് നരകം എവിടെയായിരിക്കുന്നത്? ഉസ്താദേ, നിങ്ങൾ പറയുന്നത് നരകത്തെ അല്ലാഹു പടച്ചെന്നല്ലേ? അതിരിക്കുന്നത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഭൂമിയുടെ അടിയിലാണോ, അതോ കടലിനടിത്തട്ടിലാണോ? എവിടെയാണ് അല്ലാഹു ഇത്രയും വലിയ നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പരിഹസിക്കുന്ന ചെറുപ്പക്കാരാ, ബുദ്ധി കൂടിയ പെങ്ങന്മാരെ, ഞങ്ങളെ നരകത്തെ കുറിച്ച് പറയുമ്പോ നിനക്ക് തമാശയല്ലേ? അതെല്ലാം കോമഡിയല്ലേ? അതൊക്കെ തള്ളലല്ലേ പെങ്ങള്? എന്നാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോള്? എടാ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോനെ? എങ്കിൽ കാണുമടാ ചെറുപ്പക്കാരാ,
വഅദ് കേൾക്കുന്ന പെങ്ങളെ നരകത്തെ കണ്ടാ വിശ്വസിക്കുമോ മോള്? എങ്കിൽ കാണും മോള്. എപ്പോഴാണ് കാണുന്നതെന്നറിയുമോ? പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് നാളെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം നഗ്നരായിട്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അള്ളാഹുവേ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. ഇന്ന് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അള്ളാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ്. സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. ഓരോ മനുഷ്യന്റെയും തലയുടെ ഒരു ചാണ് മുകളിലേക്ക് അള്ളാഹു ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുമ്പോ ഇതൊന്നും ഒരു ചൂടല്ലടോ, ഇതൊന്നും ഒരു വിയർപ്പല്ലടോ. ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടം പെടുന്ന പെങ്ങളെ, ചൂടാണ് ചൂടാണെന്ന് പറയുന്ന ഉമ്മ, ഇതൊക്കെ ഒരു ചൂടാണോ ഉമ്മ? അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂടെവിടെയാണെന്നറിയോ? വിയർപ്പ് എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേല. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. പെങ്ങളെ, എടാ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ മോനെ? അടുപ്പത്തിരിക്കുന്ന കരത്തിനകത്ത് ചോറ് കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് 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 പാത്രത്തിന്റെ മുകളിലൂടെ വെളിയിലേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറാ. യാ വൈലതാ യാ ഹസ്രതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന പരലോകമുണ്ടല്ലോ. ആ ചെമ്പിന്റെ തറയിൽ കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ അതാ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കേ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്? ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ജിബ്രീൽ പറയുന്നു, അല്ലാഹുവിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് പടച്ചവനെ അതാ അനുയായികളെ വിളിക്കുകയാണ്, തന്റെ അനുയായികളെ വിളിക്കുകയാണ് ചങ്ങലയെടുത്തു കൊണ്ടുവരാൻ. പടച്ചവനെ 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്. നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാണ്. എടാ ചെറുപ്പക്കാരാ, മോനെ, ചങ്ങല കൊളുത്തുകൾ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, കൊളുത്തുകൾ ചേർത്തു വച്ചല്ലേ ചങ്ങല ഉണ്ടാക്കുന്നത്. എന്നാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലിപ്പമല്ല, അതിലെ
ഒരു കൊളുത്തിന്റെ വലുപ്പം അറിയുമോ? ഈ കാണുന്ന ദുനിയാവ് മതിയാകില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാൾ വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടാണ് ആ ചങ്ങല പണിതിരിക്കുന്നത്. 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള് കരഞ്ഞുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ആ നരകത്തെ കൊണ്ടുവരുമ്പോ എവിടെയാണ് ഉസ്താദേ, എവിടെയാണെന്ന് ചോദിച്ച പെണ്ണേ, നീ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ നീ അല്ലാഹുവെ വിളിക്കുന്നു, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, അബ്സർനാ, നരകം കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ, നരകത്തിന്റെ ശിക്ഷ കണ്ടു റബ്ബേ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, വസമിഅനാ, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് ഞാൻ കേൾക്കുന്നു അല്ലാഹ്. വിശ്വാസമായി പടച്ചവരെ, ഫർജിഅനാ ഫർജിഅനാ, തെണ്ടുമടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കിടന്നിട്ട് നീയൊക്കെ യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോ ഉസ്താദന്മാര് പറയുമല്ലോ, മക്കളെ നിസ്കരിക്കണേ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഉസ്താദന്മാര് പറയുന്നു, മക്കളെ 5 നേരം നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം, എങ്കിലേ നിനക്ക്